ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളുവാവ വ്ളോഗ്സ്. എല്ലാവർക്കും സുഖമല്ലേ? ഓണൊക്കെ ഇവിടെ വരെ എത്തി. മഴ കാരണം ഗായ്സ് തുണികൾ കണ്ടില്ല, ഒരു ലോഡ് സ്ഥലമില്ല. വെയിൽ വരെ എടുത്തു വയ്ക്കുക അങ്ങനെയായിട്ട് കുറേ നേരമായി കേട്ടോ. എനിക്ക് ടൗണിലേക്കൊന്ന് പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഞങ്ങളുടെ സൊസൈറ്റിയിൽ കിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കിറ്റ് കൊടുക്കുന്നുണ്ട്, അത് വാങ്ങിച്ചിട്ട് വരണം. പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങിക്കണം. എന്തായാലും നല്ല മഴയുണ്ട്. ഇനി കൂടുതൽ മഴ വരണേക്ക് മുന്നേ ഞാൻ പഴയന്നൂർ പോയിട്ട് വരട്ടെ കേട്ടോ. കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പോയി വന്നിട്ട് കാണാം. ബൈ. ഇങ്ങനെ ഇറങ്ങാൻ നിന്നത്, അപ്പോഴേക്കും നല്ല മഴ പെയ്തു. പോയാൽ ഫുള്ള് നനയും. വണ്ടിയിൽ റെയിൻകോട്ട് തീരെ ഇറക്കമില്ല എൻ്റെ, അപ്പോൾ ഫുള്ള് നനയും. അതുകൊണ്ട് മഴ പോട്ടെ. ചെയ്തിട്ട് പൂവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നി ചെതറി പോയി കേട്ടോ. കണ്ടോ, തുണികൾ കുറേ നേരമായിട്ട് ഞാൻ മുറ്റത്തുനിന്ന് കയറാതെ തുണികൾ എടുക്കുക ഇടുക അങ്ങനെയാണ്. എന്തൊരു മഴയാണെന്നറിയോ. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒറ്റ പണിയും കഴിയില്ല കേട്ടോ. ഈ മഴയുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എല്ലാ ഡ്രസ്സും കൂടി ഉള്ളിലിടാനുള്ള സ്ഥലമില്ല. അപ്പോൾ വെയിൽ വരുമ്പോൾ എടുത്തിട്ടിട്ട് അങ്ങനെ ഉണക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പഴയന്നൂർക്ക് പോകാൻ ഇറങ്ങിയിട്ട് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും മഴ വന്നു, ഏട്ടൻ വിളിച്ചു, അങ്ങനെ സമയം പോയി. അപ്പോൾ ഇനി എന്തായാലും ഞാൻ പോയിട്ട് വരാം. അപ്പോൾ ഞാൻ ഓണം പർച്ചേസിങ്ങിൻ്റെ പാർട്ട് 1 ആണ് കേട്ടോ. അപ്പോൾ ആദ്യം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം. എന്നിട്ട് പച്ചക്കറിയൊക്കെ ഇപ്പോൾ കുറച്ച് പച്ചക്കറി കുറച്ചേ വാങ്ങിക്കണുള്ളൂ. പിന്നെ ഞങ്ങൾ തിരുവോണം ദിവസം ഇവിടുന്ന് ഉത്രാടത്തിന് ഇവിടെ ഫുഡ് ഉണ്ടാക്കും. തിരുവോണം ദിവസം ഞങ്ങൾ തറവാട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ എൻ്റെ വീട്ടിൽ പോവുക ചെയ്യാം കേട്ടോ. അപ്പോൾ ഉത്രാടത്തിന് ചെറുതായിട്ടൊരു സദ്യ പോലെ ഇവിടെ ഉണ്ടാക്കും. അങ്ങനെ ഓണത്തിന് പ്രത്യേകിച്ച് ഞങ്ങൾ സദ്യയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. കാരണം ഞങ്ങൾ വീട്ടിൽ പോവും, പിന്നെ ഇവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ പച്ചക്കറിയൊക്കെ അന്ന് ആ ടൈം ആകുമ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങിക്കുള്ളൂ. അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറികൾ ഇന്നേക്കും നാളേക്കൊക്കെ വേണ്ട കുറച്ച് പച്ചക്കറി വാങ്ങിക്കണം. പിന്നെ സൊസൈറ്റിയിൽ നിന്ന് ആ കിറ്റ് വാങ്ങിക്കണം. 1530 രൂപയാണ് ആ കിറ്റിന്. ആ കിറ്റ് വാങ്ങിച്ചിട്ട് വരണം. അത് വാങ്ങിച്ചാൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞേ കടയുണ്ട് കേട്ടോ, ചെറുതായിട്ട്. ഇതാണ് ഇത് ഞങ്ങളുടെ കുഞ്ഞൊരു കടയാണ് കേട്ടോ. കുറേ സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ. കടയുടെ ഉള്ളിൽ ഞാൻ പിന്നെ കാണിച്ചു തരേ. അപ്പോൾ ഇത് എൻ്റെ ചെറിയൊരു സംരംഭമാണ് കേട്ടോ. കുറച്ച് സാധനങ്ങൾ, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. കുറേ നിറച്ച് വയ്ക്കില്ല, കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കും. ഇവിടെ അത്യാവശ്യം കുറച്ച് വീടുകളേ ഉള്ളൂ. അപ്പോൾ ആ വീട്ടിൽ അവരൊക്കെ അവരൊക്കെ മാസം സാധനങ്ങൾ എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് വാങ്ങിക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യങ്ങളും അങ്ങനെയൊക്കെ കഴിഞ്ഞു പോകും. വീട്ടിലെ ചിലവൊക്കെ അതിൽ കഴിഞ്ഞു പോകും. വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. വീണ്ടും മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ഇങ്ങനെ നിന്നാൽ പഴയന്നൊരു പോക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ തുണികൾ വിട്ടേ ഉള്ളൂ. വീണ്ടും ഇനി അത് എടുത്ത് വയ്ക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ വേഗം പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. ജോലി അപ്പോൾ ഓക്കെ, നമ്മുടെ അമ്മ പോവുക കേട്ടോ. സോറി, ജസ്റ്റ് ഒന്ന് പോവിട്ട് അമ്മതാ പോവാണ്. ഓ ഗൈസ്, അമ്മയുടെ ചെരുപ്പ് മാറിയിട്ടോ. അമ്മ വീട്ടിലത്തെ ചെരുപ്പാണ് ഇട്ടിട്ട് പോണത്. നമ്മുടെ അമ്മയുടെ ചെരുപ്പ് മാറിപ്പോയി. ചെരുപ്പ് സ്കൂളിലേക്ക് ഇട്ട് പോയിട്ടുണ്ട്. ഇതാ ഈ ചെരുപ്പ് കേട്ടോ. ഇപ്പോഴാണ് മനസ്സിലാക്കിയത്, ചെരുപ്പ് കണ്ടപ്പോൾ ചെരുപ്പ് മാറിപ്പോയിന്ന്. അപ്പോൾ അമ്മ പോവാണ്. ഗൈസ്, നല്ല മഴ പെയ്യുന്നുട്ടോ. ഓക്കെ, ബൈ. ഫോട്ടോ അല്ല, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാനാട്ടോ.
പച്ചക്കറി മേടിക്കാൻ വന്നതാ. ഇതൊക്കെ എൻ്റെ ചേട്ടന്മാരാണേ. അപ്പൊ അമ്മ വന്നു കേട്ടോ. ഞാൻ പഴയനൂരൊക്കെ പോയി വന്നു കേട്ടോ. വരുന്ന വഴിക്ക് ഞങ്ങളുടെ അവിടെ 6 രൂപയ്ക്ക് എണ്ണക്കടി കിട്ടുന്ന ഒരു കടയുണ്ട് കേട്ടോ. ആ കടയുടെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അവിടുത്തെ ഇക്കാനെ ഞാൻ അറിയണതാണ്. ഇവിടെ ഈ പൊന്തങ്കായൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ കായ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടി ആ ഇക്കയ്ക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാനെ ഞാൻ അറിയാം. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് കായ ബജ്ജിയും പഴംപൊരിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ വരുമ്പോഴേക്കും മാളും വാവയും കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ചമ്മന്തി. ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കണ്ടോ ഗൈസ്, ഇത്രയും പച്ചക്കറിയുടെ വില 875 രൂപയാണ് കേട്ടോ. നാളെ ഭാവി ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ, ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് മേടിച്ച കിറ്റ്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. 1530 രൂപയ്ക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് നിങ്ങൾ പറയണേ. ഇത്രയും ഐറ്റംസാണ് കേട്ടോ. 1530 രൂപയുടെ. തക്കാളി ഇല്ലേ അവിടെ നിങ്ങട്. ജയരി, 1 കിലോ മുളക്, 1 കിലോ ചെറുപയർ, 1 കിലോ ഉഴുന്ന്, 1 കിലോ പരിപ്പ്, 1/2 കിലോ മല്ലി, 1 കിലോ കടല, 2 കിലോ പച്ചരി, പിന്നെ ഒരു പാലടയുടെ മിക്സിൻ്റെ, പിന്നെ ഡോക്ടർ വാഷിൻ്റെ ഒരു ബാർ സോപ്പ്, പിന്നെ കായം, 1 കിലോ പഞ്ചസാര, 1 കിലോ റവ, 1 ലിറ്റർ വെളിച്ചെണ്ണ, 1 പാക്കറ്റ് മഞ്ഞൾപ്പൊടി. ഇത്രയും ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഓണം പർച്ചേസിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞു കേട്ടോ. കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലചരക്ക് വാങ്ങിച്ചു, പച്ചക്കറികളും വാങ്ങിച്ചു. ഇനി പ്രത്യേകിച്ച് പച്ചക്കറിയൊന്നും ഞാൻ വാങ്ങിക്കില്ല. ഇതൊക്കെ മതി കേട്ടോ. ഇതൊരാഴ്ച എത്തിക്കോളും. പിന്നെ ആരെങ്കിലും കടയിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പച്ചക്കറിന്ന് ഞാൻ എടുത്ത് കൊടുക്കും കേട്ടോ. 2 സ്ഥലത്തേക്കും കൂടിയിട്ടാണ്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും മേടിക്കാറില്ല വീട്ടിലേക്ക്. ഞങ്ങളുടെ കടയിൽ വാങ്ങിച്ചു വെച്ചിട്ട് ആവശ്യത്തിന് കടയിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്കായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വാങ്ങിക്കില്ല. കടയിലേക്ക് വാങ്ങിക്കുന്ന സാധനങ്ങളിൽ നിന്ന് കഴിയുന്നത് കുറേശ്ശെ അങ്ങനെ എടുക്കുകയുള്ളൂ കേട്ടോ. ഇനി ഞാനൊരു സാധനം കൂടി കാണിച്ചു തരട്ടെ. ഇതിങ്ങനെ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഞങ്ങളുടെ മുളകും മല്ലിയൊക്കെ പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡപ്പകൾ വാങ്ങിച്ചിട്ടുണ്ട്. കാണിച്ചു തരേ. കണ്ടോ, ഇതിൽ കുറേ ഡപ്പകളുണ്ട് കേട്ടോ. ഞാൻ എല്ലാം എടുത്ത് കാണിച്ചു. ഇങ്ങനെയാണ് കേട്ടോ ഒരെണ്ണം. അതിൻ്റെ ഉള്ളിൽ വേറെ ഒരെണ്ണം, പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ ഒരെണ്ണം. അങ്ങനെ ഇത്രയുണ്ട് കേട്ടോ. അതിനൊക്കെ ഓരോ ടീസ്പൂണും ഉണ്ട്. 267 രൂപയാണ് കേട്ടോ. എന്തായാലും അപ്പോൾ കണ്ടോ ഗൈസ്, ഇത്രയും പാത്രങ്ങളാണ് കേട്ടോ 267 രൂപയ്ക്ക് കിട്ടിയിരിക്കണത്. അതാ അതിൻ്റെ സ്പൂണുകൾ, അടപ്പുകളൊക്കെ 267 രൂപയ്ക്ക് ലാഭമാണ് കേട്ടോ. എന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന് അറിയില്ല. എന്തായാലും കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇനി നമുക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇതിലിട്ട് വയ്ക്കാം കേട്ടോ. എന്നിട്ട് കുറേ പഴയ ഡപ്പകൾ കുറേ ഉണ്ട് അവിടെ അടുക്കളയിൽ. അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് പുതിയ ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് അടുക്കള ക്ലീൻ ചെയ്തിട്ട് ഈ പുതിയ ഡപ്പകളിൽ സാധനങ്ങളൊക്കെ ആക്കി സെറ്റാക്കി വെക്കണം. നാളത്തെ ഡ്യൂട്ടി അതാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ പുതിയ ഡപ്പയിലാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഗൈസ്, എല്ലാം ഡപ്പയിലാക്കി വെച്ചിട്ടുണ്ട്. പഴയ ഡപ്പകളൊക്കെ മാറ്റി. ഈ കടയിൽ മിഠായി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഡപ്പകൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഡപ്പകളിലാണ് കേട്ടോ ആക്കി വയ്ക്കാറ്. അപ്പോൾ ആ ഡപ്പയൊക്കെ കുറേ ആയിട്ട് ഞാൻ മാറ്റണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്നാണ് അത് സാധിച്ചത്. അപ്പം ഇനി നാളെ ഇതൊക്കെ ഒതുക്കി വെക്കണം. അതൊക്കെ നല്ല മഴയാണ് കേട്ടോ. ഇന്ന് മഴ തോർന്നിട്ടേ ഇല്ല, വെറുതെ പെയ്തുകൊണ്ടിരിക്കുക മഴ. നല്ല മഴയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി വിളക്ക് വയ്ക്കാറായി. കുറച്ച് പണികളും കൂടി ബാക്കിയുണ്ട്. പിന്നെന്താ, പിന്നെ കറി എന്താ വെച്ചേക്കുന്നത്? കറി ചിക്കൻ കറിയാണ് കേട്ടോ.
ഇന്നലെ തറവാട്ടിന് കൊണ്ടുവന്ന ചിക്കനാണ്. അപ്പോൾ അത് കറി വെച്ച് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നലത്തെ സാമ്പാർ ഇരിക്കുന്നുണ്ട്, പിന്നെ പപ്പടമുണ്ട്, അച്ചാറുണ്ട്. അടുക്കളയിലുള്ള പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി പുറത്തുള്ള കുറച്ച് പണികളുണ്ട്. പിന്നെ ഷോർട്സ് എടുക്കാൻ, മാളുനി വാവടി വീഡിയോ എടുക്കാനുണ്ട്. പിന്നെ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. കോളേജിലെ സെലിബ്രേഷൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല, അതൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു സന്തോഷ വാർത്തയും കൂടി പറയാനുണ്ട്. ഞങ്ങൾക്ക് 900 സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പോൾ ഈ മാസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആക്കണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. എല്ലാവരും വീഡിയോ കാണണം. കണ്ടാൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. വീഡിയോസിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് പറഞ്ഞ് കമൻറ്റായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് ഇമ്പ്രൂവ് ആക്കാൻ നോക്കാം കേട്ടോ. പിന്നെ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഞാൻ ലൈവിൽ വരുന്നുണ്ട്. അപ്പോൾ കയറാൻ പറ്റുന്നവരൊക്കെ ലൈവിൽ വരിക. അപ്പോൾ അമ്മയുടെ ലൈവിൽ എല്ലാവരും കയറുക, കമൻറ്റ് അമ്മയ്ക്ക് റിപ്ലൈ കൊടുക്കുക. അപ്പോൾ അമ്മ നിങ്ങൾക്ക് റിപ്ലൈ തരും. അപ്പോൾ എല്ലാവരും അമ്മയുടെ ലൈവിൽ കയറണം. എല്ലാവരും അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ബൈ ബൈ.